അങ്ങനെ ഞങ്ങൾ പശുപതി ടെമ്പിൾ ദർശനമൊക്കെ കൊണ്ട് രുദ്രാക്ഷമാലയൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഹിന്ദു മതവിശ്വാസികൾക്ക് പറ്റിയൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. സോ കം ആൻഡ് എക്സ്പ്ലോർ നേപ്പാൾ. ഇതാണ് ബുധനിക്കാന്ത. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ബുധനിക്കാന്ത എന്ന് പറഞ്ഞ് അങ്ങനെ തോന്നുന്നു പ്രൊണൗൺസിയേഷൻ കിട്ടും. തെറ്റാണെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഗൈഡിനെ വെച്ചൊന്നുമല്ല നമ്മൾ പോകുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് പോയി നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറയുക, ഞങ്ങൾക്കറിയാവുന്ന കാഴ്ചകൾ മാത്രം കാണിക്കുക എന്ന് മാത്രമുള്ള ഉദ്ദേശം. വേറെ ഒരു ഉദ്ദേശമില്ല. മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം സ്ഥലങ്ങൾ കാണുക. അപ്പം ഇതാണ് ബുധനിക്കാന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ളവരും ഹിന്ദു മതത്തിലുള്ളവരും വിശ്വാസികൾ വന്ന് പൂജ ചെയ്യുന്ന കയറാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അകത്ത് കയറുന്നവർ ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ അങ്ങനെ ചെക്കിംഗ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ ആസ് ഓഫ് നൗ. പക്ഷേ ആൾക്കാർ വെളിയിൽ വന്ന് പൂജ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. കുറച്ചുകൂടെ നമ്മൾ നേരത്തെ കണ്ട സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. കുറച്ചുകൂടെ പ്രസ്റ്റീജിയസ് ആയിട്ടും എന്താ പറയുക ഗവൺമെൻറ് ഓഫീസേഴ്സും ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് ബുധനിക്കാന്ത എന്ന് പറയുന്നത്. ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസാണ് കാഠ്മണ്ഡുവിൽ. സോ ഈ സ്ഥലം മറക്കാതിരിക്കുക, വിസിറ്റ് ചെയ്യുക. നല്ല വെയിലാണ്, തണുപ്പും വെയിലും കൂടെ ഉണ്ട്. അപ്പോൾ ബോഡി വാമേഴ്സ് നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസേഷൻ ലിപ്സ് എപ്പോഴും ഡ്രൈ ആയിട്ട് പൊട്ടും കറക്കുകയും ചെയ്യും. അപ്പം നല്ല മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ ലോഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടാൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നല്ലൊരു വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ വരും. പിന്നെ അതേപോലെ തന്നെ നല്ല തണുപ്പുള്ളത് കൊണ്ട് ക്രാംസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വൺ ടൈം യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീപ്പർ പ്രൈസിന് കിട്ടുന്നതായിരിക്കും. നല്ല ചീപ്പർ പ്രൈസിന് നമുക്ക് 1 or 2 ടൈംസ് യൂസ് ചെയ്യാൻ അത് മതി. ലോങ് ടൈം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോർട്സ് ഷോപ്പിൽ പോവുക. ഡെക്കാത്തലോനാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. കുറച്ചൊരു സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് കിട്ടും. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവരുടെ പ്രാർത്ഥന രീതിയാണ് പല പല കളർ തുണികളിൽ പ്രാർത്ഥന ഗാനങ്ങളോ പ്രാർത്ഥനകളോ എഴുതി ഇവിടെ തൂക്കിയിടുന്നതാണ്. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ. ഇങ്ങനെ വന്ന ഓരോ പൂജ. ഇവിടെ ഭയങ്കര കുരങ്ങന്മാരുടെ ശല്യമാണ് കേട്ടോ. Residential area. Yeah. All of this housing. This is government offices. This area is not here. Out of area, right? This is little rich people. റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല റോഡുകൾ കാണാൻ പറ്റും. കുറച്ച് വീതിയുള്ള റോഡുകളാണ്. കുറച്ച് നല്ല ടൂർ ഗൈഡ് ഞങ്ങൾക്ക് ഒരു ചെറിയ വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഇറങ്ങി ഒന്ന് ഫ്രഷപ്പായിട്ട് തിരിച്ച് പോകുന്നതായിരിക്കും. ഇതാണ് ട്രഡീഷണൽ നേപ്പാളി താലി ഫുഡ്. ഇതിനകത്ത് കുറച്ച് റൈസ് കിട്ടും, കുറച്ച് സബ്ജി ഉണ്ട്, മറ്റേ ആലു മട്ടർ, കുറച്ച് അതിൻ്റെ കൂടെ വീണാച്ചാൻ്റെ സ്പെഷ്യൽ ചില്ലി പൗഡർ. എൻ്റെ കൂടെ കുറച്ച് തൈര് കിട്ടും, കുറച്ച് മറ്റേ ആലു സബ്ജി ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പരിപ്പുണ്ട്, പരിപ്പ് കറിയുണ്ട്, പിന്നെ പാലക്ക് നമ്മുടെ സ്പിനാഷ് ചീര എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ഒരു ഫീല് വരും. വരുമെന്നാണോ അതോ ഉണ്ടെന്നാണോ? ഉണ്ട്. കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ പച്ചച്ചോ വരത്തില്ലേ. ടെമ്പിളിലേക്കാണ് പോകുന്നത്. നമ്മുടെ യോധ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ്. ഒരു വ്യത്യാസം അവരത് അത്ര മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ളതാണ്.
അതേ ലുക്ക് അവര് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തൈപ്പറമ്പിൽ അശോകനും അനശ്വരമാക്കിയ യോധ ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് 1991. ഞങ്ങളൊന്നും ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്ത് ഷൂട്ട് ചെയ്തത്. ഞാൻ ജനിച്ചായിരുന്നു, സാൻഡി ഒന്നും ജനിച്ചിട്ട് പോലും ഇല്ല. അപ്പം ഞാൻ ജനിച്ചു, പക്ഷെ പ്രയോജനമില്ലല്ലോ, 4 വയസ്സേ ഉള്ളായിരുന്നു. അപ്പം എനിക്ക് 3 വയസ്സുള്ളപ്പം ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. മോഹൻലാൽ ലാലേട്ടൻ നമുക്ക് വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. നമ്മുടെ ലാലേട്ടനും ജഗതി ചേട്ടനും അഭിനയിച്ച് അനശ്വരമാക്കിയ അടിപൊളി സ്ഥലമാണ് കോയമ്പോ ടെമ്പിൾ. ഇങ്ങനെ കോയിന് മേടിച്ചിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇത്രയും ദൂരത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്ന വീഡിയോ. സൂപ്പർ. ഐഫോൺ അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഐ ലവ് ഇത് ബുദ്ധയുടെ ഹോംലാൻഡ് ആയിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് കൊടുത്ത എൻലൈറ്റ്മെന്റിന് വേണ്ടി അവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നേപ്പാൾ സ്വയംഭൂ ടെമ്പിളിലെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നേരെ നമ്മുടെ യോധ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് കണ്ടായോ? അതെ, അങ്ങോട്ട് പോവാം. നമ്മുടെ ജഗതീനെ വെട്ടിച്ച് അശ്വതി നടന്നു നല്ല ക്ഷീണം കേട്ടോ. ജഗതീനെ വെട്ടിച്ച് അശ്വതി പഠിക്കാൻ പോകത്തില്ലേ, അത് ഇവിടെ വേണ്ട ഈ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു. ഇവിടുന്നാണ് ഫോട്ടോ എടുക്കുന്നത്. ഈ ഒരു പക്ഷെ അവിടെ ഒരു ലാൻഡ്സ്കേപ്പ് എന്തോ ഉണ്ട്. ഇവിടെയാണോ? നോക്കാം നമുക്ക് ഇവിടെ നിന്ന്. അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. ഇതിന് വന്നു കഴിഞ്ഞാൽ നേപ്പാളിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടും. ഒരു കോൺവെർസേഷൻ നടക്കുന്ന ഒരു കോമഡി സീൻ നടക്കുന്നത് അവിടെയാണ് ഷൂട്ട് ചെയ്തത്. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ട്, അതാ പല വേഷങ്ങളും നിനക്ക് എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം. ദമയന്തിയായിട്ട് കുറെ ഷൈൻ ചെയ്തിട്ട് ഇനി ഞാൻ അശ്വതിയായിട്ട് കുറെ ഷൈൻ ചെയ്യട്ടെ. അപ്പൊ ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ലാലേട്ടനും ജഗതി ചേട്ടനും കൂടെ അടിപൊളിയായിട്ട് അനശ്വരമാക്കിയ അടിപൊളി ഡയലോഗ്. യോധ ഇപ്പൊ അതുപോലെ ആയെന്ന് എന്റെ ഒരു കത്തിവേഷം തോന്നുന്നു. ഈ കത്തിവേഷം നീ കണ്ടിട്ടുണ്ടല്ലോ. കാഠ്മണ്ഡുവിന്റെ ദർബാർ സ്ക്വയർ ആണ്. ദർബാർ സ്ക്വയർ ഇറ്റ്സ് എ റോയൽ പാലസ്.
ഇവിടെ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെയാണ് അവരുടെ രാജാക്കന്മാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഹിസ്റ്റോറിക്കൽ സ്ഥലമാണ്. അത്ര നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കുറെ കൊളാപ്സ് ആയി പോയി. എന്നിട്ട് അവര് റീബിൽഡ് ചെയ്താണ്. ഇത് ഫുള്ള് തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹനുമാൻ ചോക്ക ദർബാർ സ്ക്വയർ എന്നും പറയുന്നുണ്ട്. ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിവോട്ടിയാണ് ലോർഡ് രാമിന്റെ. അപ്പം അത് ഹനുമാന്റെ ഒരു സ്റ്റാച്യു നമുക്കിവിടെ കാണാൻ പറ്റും. എവിടെയോ ഇതിൻ്റെ ഉള്ളിൽ